അപ്പം ഇന്ന് നമുക്കൊരു ചൂണ്ടയിടൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോയിട്ട് പാടത്ത് പോയിട്ട് ചെമ്മീനെ പിടിച്ചിട്ട് വേണം പുഴയിൽ പോയിട്ട് ചൂണ്ടലിടാൻ. അപ്പോൾ ഫസ്റ്റ് പാടത്തേക്കാണ് പോണത്. അപ്പോൾ കുക്ക് പോരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുക്കൊന്ന് അവളെ അമ്മേൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവൾക്ക് പോരാൻ പറ്റിയില്ല. ഇത് പെട്ടെന്നുണ്ടായതാട്ടോ, പ്ലാൻ ചെയ്തൊന്നല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പാടത്ത് പോയി പിടിക്കാം കേട്ടോ. എൻ്റെ ഭർത്തയുടെ മുന്നിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ഉള്ളത്, അവിടെ മാമൻ്റെ മോൻ വരുന്നുണ്ട്. മോൻ്റെ കൂടെയാണ് കേട്ടോ മീൻ പിടിക്കാൻ പോണത്. ഞങ്ങൾ കുറെ കഴിഞ്ഞപ്പോ പോയി നോക്കിയപ്പോ ചൂണ്ടലും കാണില്ല, കുക്കിയും കാണില്ല, ഒന്നും കാണില്ല. ചൂണ്ടലും കൊണ്ടുപോയി. ആ കുറെ നോക്കിയപ്പോണ്ട് കുറെ പുറത്തുണ്ട് പൊട്ടിക്കണം വെള്ളത്തിൽ. നിങ്ങൾ ചെമ്മീൻ പിടിക്കാൻ പോവാ പാടത്തേക്ക്? കുട്ടായേട്ടാ നോക്കൂ, കുട്ടായേട്ടാ നോക്കിത് നിങ്ങളെ ഭാര്യന്റെ വ്ളോഗിൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ ഓരോ രണ്ടാളും ചെമ്മീൻ പിടിക്കാൻ പോയിട്ടാ പാടത്തേക്ക്. അപ്പോൾ അവിടെ അട്ടുണ്ട് പാടത്ത്. പിന്നെ പാടത്തേക്ക് ഇറങ്ങാൻ കുറച്ച് റിസ്ക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെ തോടുണ്ട്. തോടിൻ്റെ സൈഡിൽ പാടം, അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. എൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. തോടിൻ്റെ സൈഡിൽ പാടം ഒക്കെ എൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഒരു ചെമ്മീൻ പിടിക്കാൻ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു വന്നത്. എന്നിട്ട് വല്ലാതെ കിട്ടിയില്ല. പിന്നെ തോട്ടിലൊക്കെ ഇറങ്ങിയിട്ടാട്ടോ ചെമ്മീൻ പിടിച്ചത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലത്ത് ഭയങ്കര ചൂടായിട്ട് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. നല്ല സമയം ഒരു 11 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ചൂടായിട്ട് മീനൊന്നുമില്ല. 1-2 എണ്ണത്തിനെ കിട്ടിയിട്ടുള്ളൂ, ചെറുതിട്ടോ, അതും ചെറുതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് തോട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ കേട്ടോ തോടുള്ളത്. ഈ പാടത്തിൻ്റെ അപ്പുറത്തന്നെ തോടാണ്. അപ്പോൾ തോട്ടിൽ പോയി ഒന്ന് വലയിട്ട് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്മീനെ പിടിക്കാൻ വലയിടാം, പിന്നെ മീനിനെ മെയിനായിട്ട് പിടിക്കാൻ നമുക്ക് ചൂണ്ടിടണം കേട്ടോ. അപ്പോൾ തോട്ടിലെത്തിയിട്ടുണ്ട്. എന്താ ഒത്തിരി വെള്ളമല്ലേ ഉള്ളൂ? പിന്നെ അത്ര ഉള്ളൂ. എന്താ പ്ലീസ് കിട്ടിയോ? ണ്ട ഇങ്ങോട്ടത് കാണിക്കോ? ആയില്ല. ഓക്കെ. തോട്ടിന്ന് കുറച്ച് കിട്ടുന്നുണ്ടല്ലേ മീനെ? തോട്ടിന്ന് കുറച്ച് കിട്ടുന്നുണ്ടല്ലേ? ഇപ്പൊ നമ്മളെ ചെമ്മീൻ പിടുത്തം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ. ഇപ്പോൾ ഇവിടെ മീൻ പിടിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് തുടങ്ങിയിട്ട്. ഞാൻ കുറേ നേരം നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തില്ലേ, അവിടെയായിരുന്നു ആ പാലത്തിൻ്റെ അടുത്ത്.
അവിടെ ഇരുന്ന് കുഴങ്ങി, വെയിലും അടിച്ച് ആകെ കുഴങ്ങി. ഞാൻ പിന്നെ ഇവർ പോരുന്ന വഴി കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, തോടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കര പിടിച്ച് പോകുന്നതാണ്. അപ്പോൾ അത് മുറുകിക്കൊണ്ട് നിൽക്കുകയാണ് മീൻപിടുത്തം. അപ്പോൾ ഞാൻ എന്തായാലും ഈ സൈഡിലുണ്ട്. ഇവിടെ തോട് നല്ല വീതിയുള്ള തോടാട്ടോ, പക്ഷെ ഇവിടെ ആരും കുളിക്കാൻ വരില്ലല്ലോ. എന്നിട്ട് കറക്റ്റ് തിരുമ്പട കല്ലൊന്നും കാണില്ല. ഞങ്ങളവിടേക്കുള്ള തോട്ടിൽ ഇത്ര വീതിയില്ല, അതിലേക്കാണ് കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ആദ്യമൊക്കെ സ്കൂളിലൊക്കെ പോണ സമയത്ത് എന്നും രാവിലെ തോട്ട് പോയി തിരുമ്പി കുളിച്ച് വന്നിട്ടാണ് സ്കൂളിൽ പോകലുണ്ടായിരുന്നത്. UP-ലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടോ. ചേച്ചിമാരൊക്കെ ഉണ്ടാവും, ഓലെ കൂടെ പോവും, അങ്ങനെയായിരുന്നു. പിന്നെ ആ രാവിലത്തെ പോക്കൊക്കെ നിന്ന് പിന്നെ ഞായറാഴ്ചകളിലൊക്കെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരും കൂടെ തോട്ട് പോകും. ഇപ്പം അതും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ മഴക്കാലം ആയില്ലേ, ഇടയ്ക്കൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴൊക്കെ ഒന്ന് പോകലൊക്കെ ഉണ്ട്. ഇനി എല്ലാവരും വീട്ടിലെത്തിയാൽ ഒന്ന് രസമായിട്ട് പോവാം. വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട്. ഇപ്പം ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ല ഇഷ്ടം. നല്ല വീതിയുണ്ട്, നല്ല വെള്ളവും തണലും, ഫുള്ള് മരങ്ങളായിട്ട് നല്ല തണലൊക്കെയാണ്. നല്ല അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിഷ്ടം അങ്ങനെ തോട്ടിലൊക്കെ വന്ന് കുളിക്കാനൊക്കെ. വേഗം പണിയൊക്കെ കഴിയില്ല, തിരുമ്പലായാലും ഒക്കെ പെട്ടെന്ന് കഴിയും, കുളിയും പെട്ടെന്ന് കഴിയും. അങ്ങനെ തോട്ടിലൊക്കെ വന്ന് കുളിച്ചാൽ. വീട്ടിൽ നിന്നാകുമ്പോൾ ഇങ്ങനെ മടിയാണ്, അലക്കി കുളിക്കേണ്ടി വെച്ചിട്ട് ഭയങ്കര മടിയാണ്. തോട്ടിൽ വന്നാൽ നല്ല സുഖം. അപ്പം എന്തായാലും നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം. ഊര് കണ്ടതാ, എൻ്റെ ബേക്കറി കണ്ടോ, ഊരവിടെ മീൻപിടുത്തത്തിലാണ്. എന്തായാലും കുറച്ച് നേരം കൂടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുഴയ്ക്ക് പോകാൻ, ചൂണ്ടലിടാൻ. ഈ ചെമ്മീൻ കിട്ടിയ ഫുള്ളായിട്ട് വേണം പുഴയിൽ പോയി ചൂണ്ടലിടാൻ. അതിന് എപ്പോഴാണാവും, ഇപ്പം തന്നെ നല്ല വെയിലായി. എന്തായാലും നോക്കാം, നമുക്ക് കാത്തിക്കാം. നിർത്തിയോ? കുറവാ? ഇപ്പം കിട്ടീനോ? നോക്കട്ടെ, അത് തുറന്ന് കാണിച്ചു കവറ്. കുറച്ചുണ്ടല്ലേ, ഉള്ള വെച്ചെറിയാഞ്ഞി. ചെമ്മീനെ കൊണ്ട് നമ്മൾ പോവാണ്. പുഴയൊക്കെയല്ലേ പോണേ? പുഴയെ പോവാം കേട്ടോ, മീൻ പിടിക്കാൻ ചൂണ്ടലിടാൻ പോവാം. കമ്മോൺ. ഇപ്പം നമ്മൾ പുഴയിലെത്തിയിട്ടോ. പക്ഷേ പുഴയിലെത്തി നമ്മൾ പൊതുവെ ഇറങ്ങുന്ന സ്ഥലത്തല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ സ്ഥലം കുറവാണ്. എന്തോ ഇവിടെ നിൽക്കാൻ സ്ഥലമല്ലേ ഗേസ്. ടയർഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെ ഇവിടെ ഉണ്ട്. ഉണ്ടോ, എൻ്റെ പുറത്ത് നേരെ ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കുക, ആരും മീൻ പിടിക്കാനെ കാണാൻ പറ്റൂല. എവിടെ കണ്ടോ, 2 കാലുകൾ കാണുന്നുണ്ടോ? അതിൻ്റെ ഭർത്തുവാണ് ഗൈസ്. മൂപ്പര അവിടെ പോയി. ഞാൻ ഇതും മരിക്കാം കേട്ടോ, നല്ല സുഖം ഉണ്ടാവും പിടിക്കുന്നാൽ. അങ്ങനെ ഞാൻ അവിടുന്ന് ഈ സൈഡ് പിടിച്ച് കണ്ടോ, ഈ സൈഡ് കൂടെ പിടിച്ച് ഇവിടെ എത്തി. ആരെടുത്ത്? എൻ്റെ ഭർത്തുവിൻ്റെ അടുത്തെത്തി. അപ്പം ഇനി നമുക്ക് ചൂണ്ടിടാം കേട്ടോ. ചൂണ്ടാകുമ്പം ചെമ്മീനെ കോർത്തിട്ട് നമുക്ക് ഇട്ട് വെക്കാം. കിട്ടിയാലോ. നല്ല വെയിലാണ്, ഇവിടെ തണലില്ല. അവിടെ അല്ല, ഞാൻ ഫസ്റ്റ് ഇന്നോട്ട് നല്ല തണലേന്ന്, പക്ഷെ ഇവിടെ വെയിലാണ്. ഇവിടെ ആണെങ്കിൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല. കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് നമുക്ക് അവിടെ പോയി തന്നെ ഇരിക്കാം. നല്ല ഭംഗിയല്ലേ ഗൈസ് കാണാൻ. നല്ല വെയിലാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ആ വിമാനം? ദാ നല്ല ഭംഗി. ഇപ്പം മൂപ്പര് ചൂണ്ട ഫസ്റ്റത്തല്ലേ, ഫസ്റ്റത്തെ ഇട്ടുണ്ട് കേട്ടോ. കിട്ടുമോ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ച് നിൽക്കൂല, കിട്ടിയാൽ നമുക്ക് വീണ്ടും വീഡിയോ ഓണാക്കാം. അവിടെ കണ്ടോ ഒരു ഹൗസ് ബോട്ട് പോലെ ഒരു ചെറിയ സെറ്റപ്പ്. അത് നമുക്കിങ്ങനെ എവിടെ മുതൽ എവിടെ വരെ പോവും? അതിങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ എൻജോയ് ചെയ്ത് ഒരു ദിവസം കംപ്ലീറ്റ് ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം എല്ലാവരെയും കൂടെ. ഫസ്റ്റ് മീൻ കിട്ടി ഗൈസ്, ഫസ്റ്റ് മീൻ. ഇതെന്താ? ചെമ്പല്ലി. ഫസ്റ്റ് തന്നെയാണത്? ഫസ്റ്റ് തൊടല് കിട്ടിയല്ലേ? അതെ, ചെമ്പല്ലി കുട്ടിയല്ലേ. നമുക്ക് അതിൻ്റെ വായന്ന് ചൂണ്ടലെടുക്കാം. വെൽ ഡൺ മൈ ബോയ്. അങ്ങനെ അടുത്തത് എന്തേ ദൂരം പോയില്ലേ, അടുത്ത ഇട്ടു. അപ്പോൾ ദൂരം പോകാത്തതുകൊണ്ട് നമ്മളതിന് തിരിച്ചെടുത്തിട്ടോ. ഇനി കുറച്ചും കൂടെ ദൂരത്തിൽ കിട്ടും. അവിടെ ഒരു
നല്ല വാഗ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ അങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടണില്ല. വാഗല്ലേ? വാഗല്ല കേട്ടോ. ആ എന്തോ ഇല അതായത് മഹാഗണിൻ്റെ ഇല അങ്ങനെ എന്തോ കാണുന്നുണ്ട് കളർത്ത് നിൽക്കണേ. ആ മല നമ്മളവിടുത്തെ മല ആ നോക്ക് തോണിയിൽ ചൂണ്ട കുടുങ്ങി ഗൈസ്. അപ്പോൾ ആ തോണി പോണ ഏട്ടനോട് അതിനെടുത്തിടാൻ കഴിയുമോ ചോദിച്ചതാ. അപ്പോൾ ഓരത് എടുത്ത് തരാൻ നോക്കുകയാണ്. എന്തോ അടിയിൽ കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ചൂണ്ട പോയി. ചൂണ്ടൽ പോയിട്ട് അതൊന്നും കുഴപ്പമില്ല. നമ്മളതിൽ വേറെ ഉണ്ടാവും. വേറെ ഉണ്ട്. അഗെയിൻ നമ്മൾ ചൂണ്ടെറിഞ്ഞ് കാത്തിക്കാണ് ഗൈസ്. നല്ല വെള്ളം ഏറുണ്ട് കേട്ടോ. ഞാൻ ഈ സൈഡിൽ കൂടെ പോകുന്നതല്ലേ. സൈഡിൽ കൂടെ പോകുന്നപ്പോഴേക്ക് നല്ല സുഖത്തിൽ പോരാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോൾ പോകുന്നപ്പോൾ കണ്ടോ ഡ്രസ്സൊക്കെ ഇതാക്കണേ കുറേ നനഞ്ഞു. അപ്പോൾ നല്ല വെള്ളം ഏറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഈ കാട് ചാടിക്കടന്ന് ഇങ്ങനെ പോകേണ്ടി വരും. എന്ത് രസമല്ലേ ഇവിടെ വന്നിരിക്കുമ്പോൾ. ഒന്നും അറിയാതെ ഇങ്ങനെ നല്ല രസം. നല്ല കാറ്റ്. ഈ ഒരു ക്ലൈമറ്റ് ആയാൽ മതി. കാരണം വെയിലില്ല, മഴയില്ല, നല്ല സുഖം, നല്ലൊരു ക്ലൈമറ്റ്. അങ്ങനെ സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം. ഞാനിവിടെ ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുക. ഞാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റും മറ്റേ ഇതാണ് ഓരോ ചില്ലയും വെള്ളയൊക്കെയാണ്. ചെറിയൊരു പാറ ഉണ്ട്. ഈ പാറൻ്റെ മുകളിൽ ഇരുന്നതാണ് ഞാൻ. വെള്ളം നല്ല ഏറുണ്ട് ടേസ്. അധികം ആവണേൻ്റെ മുന്നേ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. എന്നാലേ ഇപ്പം അപ്പുറത്ത് എത്തുള്ളൂ. അല്ലെങ്കിൽ ചെമ്മീനോ വെള്ളം കണ്ടോ മുകൾക്കാ പോണത്. നല്ല ഏറ്റാണ് വെള്ളം. അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടാണ് ഒഴുകേണ്ടത് കേട്ടോ. ഈ സൈഡിലേക്ക്. അതാണ് താഴെ. ഇത് മോൾ ഭാഗമാണ്. അപ്പോൾ മുകൾക്കാണ് വെള്ളം കണ്ടോ ഒഴുക്കുള്ളത്. വെള്ളം നല്ലോണം ഏറുന്നുണ്ട്. ഒന്നും വെള്ളമല്ലേ ഇരുന്ന്. പക്ഷെ ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായി. ഈ പാറ അധികം വൈകാതെ ഈ പാറ മൂടും ഗൈസ്. നിർത്തിയോ? കിട്ടിയോ? പിന്നെ ആ ഒന്ന് തന്നെ അടല്ല വെയില. ഇപ്പോൾ മൂപ്പര് നിർത്തി ഗൈസ്. നമ്മളിനി ഇവിടെ ഇരിക്കുക. ഇവരെ കാത്തിക്കാം. അത് കുട്ടായി ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ പാലക്കാട് വിട്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വേറെ മീനൊന്നും കിട്ടിയില്ല ചൂണ്ടിടലിൽ. അപ്പോൾ എന്തായാലും കിട്ടിയതും കൊണ്ട് നമ്മൾ പോരുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏട്ടൻ 2 ദിവസം മുന്നേ പോയപ്പം കിട്ടിയ മീനാണ് കേട്ടോ. അപ്പോൾ ചൂണ്ടിട്ട് കിട്ടിയ മീനുകളാണ്. ഫുള്ള് ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.